വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. സോ മക്കളെ, ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മുടെ എ പ്ലസിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കി. ശരിക്കും കുഞ്ഞുങ്ങൾ ടെൻഷനിലായിരിക്കും, പക്ഷെ വിഷമിക്കരുത്. നമുക്ക് എ പ്ലസ് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ എ പ്ലസിലേക്ക് എത്താം. എ പ്ലസിലേക്കുള്ള ദൂരം വളരെ വലുതൊന്നുമില്ല. ഒരു ടെൻഷനും വേണ്ട. ഇനി ഫെബ്രുവരി 1 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും അറിഞ്ഞു പഠിച്ചാൽ നിനക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് എ പ്ലസ്. അപ്പൊ എ പ്ലസിന് എത്ര മാർക്ക് വേണമെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും. ഓൾറെഡി നമ്മളൊരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു. അപ്പൊ ഇപ്പൊ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആ ഒരു എ പ്ലസിന്റെ എക്സാമിന്റെ ഒക്കെ ചൂടിലിരിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ കരുതുക. അതറിഞ്ഞ് ആ ഒരു മാർക്ക് മനസ്സിൽ കണ്ട് പഠിച്ചാലേ എ പ്ലസ് നിങ്ങൾക്ക് ഉറപ്പാ. ഒന്ന് പറഞ്ഞുകൊടുത്തേ. നമ്മൾ ലക്ഷ്യം വെക്കേണ്ട മാർക്ക് എത്രയാണ്? അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ 40-ൽ 36 മാർക്ക് കിട്ടിയ കുട്ടികൾക്കായിരുന്നു എ പ്ലസ് കിട്ടിയത്. ഭയങ്കര ടാസ്ക്. 40-ൽ 36 എന്ന ഒരു ടാസ്ക് തന്നെയാണ്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ അതേ മാർക്കാണോ ഇനി വരുന്ന വലിയ ആ ഒരു ടാസ്ക് ഇവിടെ ഇല്ല എന്നാ നിങ്ങൾ പറയുന്നത്? ആ ഒരു ടാസ്ക് ഇവിടെ ഇല്ല. അത്ര കുറച്ചൊന്ന് റിലാക്സ് ആവാൻ, കുറച്ചുകൂടെ ലിബറൽ ആയിട്ടായിരിക്കും നിങ്ങളുടെ വാലുവേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. മക്കളെ, 50-ൽ 45 മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കാണ് എ പ്ലസ്. അപ്പൊ അറിയാത്തവര് മാത്രം, അറിയുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് 50-ൽ 45. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് 40-ൽ നടക്കുന്ന എക്സാമുകളുടെ കാര്യമാണ്. സോഷ്യലും മാത്സും ഒക്കെ 80-ലാണ്. അത് പറയാം. അപ്പൊ ഈ 45-ൽ 10 മാർക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞു? സി മാർക്ക് ആയിട്ട് കിട്ടി. അതായത് വൃത്തിയായിട്ട് ക്ലാസ്സിൽ പെരുമാറുന്ന ഒരു കുട്ടിക്ക് 10 മാർക്ക് 100% അസൈൻമെന്റ് ഒക്കെ വെച്ച് എക്സാമിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാ ടീച്ചറും 10 മാർക്ക് കൊടുക്കും. അത് 9, ചിലപ്പോ 9 ആയി പോകും, 1 മാർക്കൊക്കെ കുറയും. അതായത് 35 മാർക്ക് കിട്ടിയാൽ ഇവർക്ക് എന്താ? അതെ. അപ്പൊ 10 മാർക്ക് സി മാർക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾ 50-ൽ നേടേണ്ടത് 35 മാർക്കാണ് അല്ലെ? അല്ല, 40-ൽ എഴുതിയെടുക്കേണ്ടത് 35 മാർക്കാണ്. അപ്പൊ 40-ൽ 36 വേണ്ട. ഈവൻ ഒരു 34 അരയാണെങ്കിൽ പോലും അതെന്താവും? 35 അപ്പൊ 40-ൽ 35 മാർക്ക് കിട്ടുന്നവർക്കാണ് എ പ്ലസ്. അപ്പൊ ഇന്ന് തൊട്ട് ആ ലക്ഷ്യം വെച്ച് പഠിച്ചോളൂ. ഇനി 80-ൽ നടക്കുന്ന മാത്സ്, സോഷ്യൽ, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്ട് നോക്കാം. 100-ൽ മൊത്തം 90 മാർക്ക് കിട്ടിയാൽ എന്തായി? എ പ്ലസ് ആയി. എന്നാൽ ഈ 90-ൽ 20 മാർക്കും സി മാർക്കാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ 80-ൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് എത്രയാണ്? 70 മാർക്ക്. ശരിക്കും ഓണം എക്സാമിന് ക്രിസ്മസ് എക്സാമിന് 80-ൽ 72 ആയിരുന്നു എ പ്ലസ്. എന്നാൽ പബ്ലിക് എക്സാമിന് 80-ൽ 70 കിട്ടിയാലും അത് എന്തായി? 90 പ്ലസ് 90 പ്ലസ് എ പ്ലസ് ആണ്. 80-ൽ 70 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 20 മാർക്ക് സി മാർക്ക് കൂടി 90 മാർക്ക്. ഇനി ഒരു 1/2 മാർക്കിന്റെ വ്യത്യാസമൊക്കെ ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യും. ലിബറലായിട്ട് തന്നെ ആയിരിക്കും, കാരണം പാറ്റേൺ ഒക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ മക്കളെ, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചാൽ ഒരിക്കലും എ പ്ലസ് കിട്ടില്ല. SCRT ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും. SCRT മാതൃകാ ചോദ്യ പേപ്പറുകളെ. ഈ SCRT ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ചാനൽ അവൈലബിൾ ആണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞങ്ങൾ കീറി മുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രിസ്മസ് എക്സാമിന്റെ ലൈവ് കണ്ട കുട്ടികൾക്കറിയാം, അത് തന്നെയാണ് എക്സാമിന് വന്നത്. 100% നമ്മൾ പറഞ്ഞ മെറ്റീരിയൽ എക്സാം വന്നത്. ക്രിസ്മസ് എക്സാമിന്റെ ലൈവ് കണ്ടവർ നമ്മളെ കൂടെ ഇപ്പോഴും ഉണ്ട്, നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർക്കറിയാം അവർക്ക് എന്ത് ചെയ്യാ, നല്ലൊരു മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടെൻഷൻ ആവരുത്. ഈ ഒരു മാർക്ക് എയിം ചെയ്ത് പഠിച്ചു. ഇത് നിങ്ങളൊരു മോട്ടിവേഷൻ ആയിട്ട് കരുതിയാൽ മതി. അപ്പോ അലസമായിട്ടിരിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്ലക്സ് ബോർഡിലൊക്കെ ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയും കുറച്ച് ദിവസങ്ങൾ നമുക്കുണ്ട്. ആ ദിവസങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എ പ്ലസിലേക്ക് എത്താൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.